ഇപ്പം നമ്മുടെ ഈ ലോകത്ത് 2025 ഈ ഏതൊക്കെ രാജ്യത്ത് എവിടെയൊക്കെ അതാത് ഗവൺമെൻറ്റിനെതിരെ പ്രക്ഷോഭങ്ങൾ വലിയ പ്രൊട്ടസ്റ്റുകൾ നടക്കുന്നുണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്നൊരു കണക്കെടുക്കാം. ആദ്യം നമ്മുടെ അമേരിക്കയിൽ ട്രംപിനെതിരെ ബോസ്റ്റണിൽ നടക്കുന്ന വലിയൊരു പ്രൊട്ടസ്റ്റാണിത്. പുള്ളിയുടെ ഈ തോന്നിവാസങ്ങളും ഈ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ഇടിച്ച് തവിട് ഓടിയാക്കിയ ആ ഒരു സംഭവത്തിനൊക്കെ എതിരെയാണ് ഇപ്പം എല്ലാവരും കൂടി പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. രണ്ടാമത് ടർക്കിയിലാണ് അങ്ങനെ പ്രൊട്ടസ്റ്റ് നടക്കുന്നത്. അവിടുത്തെ മേയർ ഇസ്താംബുൾ മേയറിനെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടും പിന്നെ ഓപ്പോസിഷനിലുള്ള ഒരുപാട് ആൾക്കാരിനെ അവിടുത്തെ പ്രസിഡന്റ് പിടിച്ച് ജയിലിലിട്ടു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടുത്തെ പ്രൊട്ടസ്റ്റ് നടക്കുന്നത്. ഇനി മൂന്നാമത് സെർബിയയിൽ വലിയ പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്. അവിടുത്തെ ഗവൺമെന്റിന്റെ കറപ്ഷൻസിനെതിരെ സ്റ്റുഡൻസ് സ്റ്റാർട്ട് ചെയ്ത ചെറിയൊരു പ്രൊട്ടസ്റ്റ് ആയിരുന്നു. അത് വലുതായി ഇപ്പോൾ വലിയൊരു പ്രൊട്ടസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നാലാമത് ഇന്തോനേഷ്യയിലാണ്. ഇന്തോനേഷ്യയിൽ അവിടുത്തെ ഗവൺമെന്റ് ബഡ്ജറ്റ് കട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ മീൽ പ്ലാൻസ് എല്ലാം കട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് സ്റ്റുഡൻസ് സ്റ്റാർട്ട് ചെയ്തതാണ്. അതും ഇപ്പോൾ വലിയൊരു പ്രൊട്ടസ്റ്റിലേക്ക് പോയിട്ടുണ്ട്. അഞ്ചാമത് ഫ്രാൻസിലാണ് പ്രൊട്ടസ്റ്റ് നടക്കുന്നത്. അവിടുത്തെ റൈറ്റ് വിങ്ങിന്റെ ആളിനെ അവർ അടുത്ത ഇലക്ഷനിൽ മത്സരിപ്പിക്കാൻ പറ്റില്ല, അവർക്കെതിരെ ഒരു കേസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ഥാനാർത്ഥിനെ അവർ ഒഴിവാക്കി. അത് കാരണം റൈറ്റ് വിങ്ങിന്റെ കുറച്ച് ടീംസ് വന്നിട്ട് അവിടുത്തെ ഗവൺമെന്റിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. ആറാമത് പെറുവിലാണ്. പെറുവിൽ ഇപ്പൊ എമർജൻസി ആണ്. അവിടുത്തെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചാണ് അവിടെ വലിയ പ്രൊട്ടസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒപ്പോസിഷന്റെ വക. ഇത്രയും ഫുൾ ഫ്ലെഡ്ജിൽ ഒരുപാട് ആൾക്കാർ പങ്കെടുക്കുന്ന പ്രൊട്ടസ്റ്റുകൾ ലോകമെമ്പാടും അവിടെ അവരുടെ ഗവൺമെന്റിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.